ഗൈസ് അങ്ങനെ നമ്മളേ എത്തി ഇവിടെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കട്ടെ. ഇത് ഇവിടുത്തെ ഇതൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കാണും. എന്നിട്ടാണെന്നൊന്നും ചോദിച്ചെങ്കിൽ അറിയില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു കെട്ടിടം കണ്ടപ്പോൾ വന്ന് എടുക്കണം എന്ന് തോന്നി. നല്ലൊരു കാണാനൊരു കൗതുകം കാണാൻ നല്ലൊരു ഒരു ഹൈവേയിലൊരു സൗദി അറേബ്യയുടെ ഒരു എംബ്ലം പോലെ ഉണ്ടാക്കി വെച്ചാണ് തന്നുകൊണ്ട്. ദിസ് ഈസ് ഗേറ്റ് ഓഫ് സൗദിയ. ഇത് എന്തിട്ടാന്ന് അറിയില്ല കേട്ടോ. ഇതെന്തോ അറബിയിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ എന്നറിയില്ല. അവരുടെ ദൈവത്തിൻ്റെ പേരാന്ന് തോന്നുന്നു. നമുക്കറിയില്ല. അറബി വായിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അത് അടുത്ത് വരുമ്പോൾ ഇത്തിരി ഗുമ്മൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കിടക്കാവോ? ആരും കാണാനൊന്നുമില്ല. നല്ലൊരു സൗദി അറേബ്യയിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഇങ്ങനെ കുറേ നിർമ്മിതികൾ അവിടെ ഇടയ്ക്ക് വരാമെന്ന് കാണാമെന്ന് മാത്രം. ഇത് ഇവിടുത്തെ എന്തൊരു നാഷണലിൻ്റെ എന്തൊരു ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്, ഇത് 1981 മുതൽ ഇതിവിടെ സ്ഥാപിതമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഗേറ്റ് ഓഫ് സൗദി എന്ന് പറയും. അതിൻ്റെ ഒരു മിനി നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ടായാലും അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സംഭവം നിങ്ങൾ ഞാൻ ഗൈസ്, ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. മറ്റേത് ബാക്ക് സൈഡാന്ന് തോന്നുന്നു. നമ്മൾ ആ അറ്റത്തു നിന്നാണ് വന്നത്. ഗൈസ്, എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഗേറ്റ് ഓഫ് സൗദി. നമ്മുടെ അതായത് ഇവിടുത്തെ ഓരോ സിറ്റികളിൽ ഇങ്ങനത്തെ ഒരുപാട് നിർമ്മിതികൾ പണിത് വെച്ചിട്ടുണ്ട്. കുറേത്തൊക്കെ ഒരു ഇതൊന്നുമില്ല, എന്തൊക്കെയോ ഒരു സിമ്പിൾ സിറ്റി. ഗൈസ്, ഇത് നല്ല വലുപ്പത്തിലാണ് പണിതിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഇതിന്. നമ്മൾ അകലേന്ന് കണ്ടപ്പോൾ ഒരു കുഞ്ഞൊരു സംഭവം എന്ന് വിചാരിച്ചേ. പക്ഷെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു വശ്യത മനസ്സിലാവണം നമുക്ക്. ഉണ്ടോ? ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പാണ് കണ്ടോ. ലെയറുകളായിട്ട് തിരിച്ചിരിക്കാം. എന്തൊക്കെയാ ഇതൊക്കെ ഈ പാർക്കിലൊക്കെ ഉള്ളിലൊക്കെ വയ്ക്കില്ല അങ്ങനത്തെ വരും. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ നിർമ്മിതികളാണ് നമുക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ.